കാർഷിക വാർത്തകൾ. കൊപ്രവില ഇതാദ്യമായി കിലോ 200ലേക്ക് കയറി. മൺസൂൺ കുരുമുളകിന്റെ അടുത്ത സീസണിൽ ഗുണകരമാകാമെന്ന് വിലയിരുത്തൽ. ഭാഗങ്ങളിലും മികച്ച മഴ ലഭ്യമായത് അടുത്ത വർഷത്തെ കുരുമുളക് ഉൽപാദനം ഉയർത്താം. ഒട്ടുമിക്ക തോട്ടങ്ങളിലെ കൊടികളിലും തിരിയിട്ടെങ്കിലും കനത്ത മഴ തുടർന്നാൽ അവ അടർന്നു വീഴുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നു. കാലാവസ്ഥ മാറ്റം കണക്കിലെടുത്ത് കരുതൽ ശേഖരത്തിലുള്ള മുളക് തണുപ്പ് തട്ടാതെ കൂടുതൽ സുരക്ഷിതമാക്കാനുള്ള നീക്കത്തിലാണ് ഉൽപാദകർ. കൊച്ചിയിൽ ഈ മാസം മുളക് വില ക്വിന്റലിന് ഇതിനകം 3100 രൂപ ഇടിഞ്ഞ് 66,700 രൂപയായി. ഏലം സ്റ്റോക്കിസ്റ്റുകൾ ചരക്ക് വിൽപ്പനയ്ക്ക് നീക്കം നടത്തി. പിന്നിട്ട് 2 ദിവസങ്ങളിൽ 1.5 ലക്ഷത്തിലധികം കിലോ ഏലക്ക ലേലത്തിനിറങ്ങി. ലഭ്യത ഉയർന്നതിനിടയിൽ ആഭ്യന്തര വാങ്ങലുകാരും കയറ്റുമതിക്കാരും പരമാവധി ചരക്ക് ശേഖരിച്ചു. എന്നാൽ ലേലത്തിനെത്തിയത് കേവലം 9,526 കിലോ മാത്രമാണ്. ഇതിൽ 8,811 കിലോയും വിറ്റഴിഞ്ഞു. ശരാശരി ഇനങ്ങൾ കിലോ 2,247 രൂപയിൽ കൈമാറി. കാലവർഷത്തിന്റെ വരവ് റബ്ബർ ഉൽപാദകരെ തോട്ടങ്ങളിലേക്ക് അടുപ്പിക്കുന്നു. ഈ മാസം ഇതാദ്യമായി 4ാം ഗ്രേഡ് റബ്ബർ കിലോ 200 രൂപയിലേക്ക് കയറിയത് കാർഷിക മേഖലയ്ക്ക് ആവേശമായി. മഴ ശക്തമായതിനാൽ ടാപ്പിംഗ് പുനരാരംഭിച്ചിട്ടില്ല. കൊപ്രവില കിലോ 200 രൂപയിലേക്ക് കയറി. വിപണിയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് കൊച്ചിയിൽ ഈ വില. ക്വിന്റലിന് 300 രൂപ വർദ്ധിച്ച് 20,000 രൂപയായി. വെളിച്ചെണ്ണ വില 26,900 രൂപ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. നെല്ലിന്റെ താങ്ങുവില കേന്ദ്ര സർക്കാർ കൂട്ടി. ക്വിന്റലിന് 69 രൂപയാണ് വർദ്ധിപ്പിച്ചത്. ഇതോടെ വില 2,369 രൂപയായി. 2025-2026 ഖാരിഫ് സീസണിൽ നെല്ലിന്റെ മിനിമം താങ്ങുവില ക്വിന്റലിന് 69 രൂപ വർദ്ധിപ്പിച്ച് 2,369 രൂപയായി ഉയർത്താൻ കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സാമ്പത്തികകാര്യ മന്ത്രിസഭാ സമിതിയാണ് തീരുമാനമെടുത്തത്. ഖാരിഫ് വിളകളുടെ MSPയിലും വർധനവ് വരുത്തിയിട്ടുണ്ട്. 2025-2026 ഖാരിഫ് മാർക്കറ്റിംഗ് സീസണിലേക്കുള്ള MSFP മന്ത്രിസഭ അംഗീകരിച്ചു. ഖാരിഫ് മാർക്കറ്റിംഗ് സീസണിൽ പയറുവർഗ്ഗങ്ങളുടെ താങ്ങുവില ക്വിന്റലിന് 450 രൂപ വർദ്ധിപ്പിച്ച് 8,000 രൂപയാക്കി. ഉഴുന്ന് താങ്ങുവില ക്വിന്റലിന് 400 രൂപ വർദ്ധിപ്പിച്ച് 7,800 രൂപയാക്കി. ചെറുപയറിന്റെ താങ്ങുവില ക്വിന്റലിന് 86 രൂപ വർദ്ധിപ്പിച്ച് 8,768 രൂപയായും ഉയർത്തി. ഔദ്യോഗിക പ്രസ്താവന പ്രകാരം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഏറ്റവും ഉയർന്ന MSP വർധനവ് ശുപാർശ ചെയ്തിരിക്കുന്നത് നൈജർ സീഡിനാണ്. ക്വിന്റലിന് 820 രൂപയാണ് വർദ്ധിപ്പിച്ചത്. കൂടാതെ റാഗി ക്വിന്റലിന് 596 രൂപ, പരുത്തി ക്വിന്റലിന് 589 രൂപ, എള്ള് ക്വിന്റലിന് 579 രൂപ എന്നിങ്ങനെയാണ് വില വർദ്ധിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്ത് വെളിച്ചെണ്ണ വില കുതിച്ചുയരുന്നു. കൊച്ചിയിൽ 1 കിലോ വെളിച്ചെണ്ണയ്ക്ക് 287 രൂപ വരെ വിലയെത്തി. കൊപ്ര ക്ഷാമമാണ് വെളിച്ചെണ്ണ വില ഉയരാൻ പ്രധാന കാരണം. സംസ്ഥാനത്തേക്ക് കൊപ്രയുടെ വരവ് കുറഞ്ഞതോടെയാണ് വെളിച്ചെണ്ണ വില ഉയരാൻ തുടങ്ങിയത്. 2017-18 വർഷത്തിലാണ് മൊത്തവില 204 രൂപ എന്ന റെക്കോർഡിലെത്തിയിരുന്നത്. ഇതു മറികടന്നാണ് ഇന്നലെ കൊച്ചിയിൽ 1 കിലോ വെളിച്ചെണ്ണയുടെ വില 287 രൂപയായത്. തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും കൊപ്ര വരവ് പകുതിയിലേറെ കുറഞ്ഞിട്ടുമുണ്ട്. വിപണിയിൽ വിദേശത്തു നിന്ന് വരുന്ന കൊപ്രയ്ക്കും ക്ഷാമം അനുഭവപ്പെടുന്നുണ്ട്. ഇതോടെയാണ് പ്രതിദിനം വില കൂടുന്നത്. നിലവിൽ ചില്ലറ വിപണിയിൽ 340 മുതൽ 360 രൂപ വരെയാണ് വെളിച്ചെണ്ണ വില. വരും ദിവസങ്ങളിൽ ഇനിയും വില വർധനവുണ്ടാകും. വെളിച്ചെണ്ണ വില ഉയർന്നതോടെ വിവിധ കമ്പനികൾ അളവ് കുറച്ച് വെളിച്ചെണ്ണ പാക്കറ്റുകൾ വിപണിയിലെത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 200 ഗ്രാം 300 ഗ്രാം കവറുകളിലാണ് പുതിയതായി വെളിച്ചെണ്ണ വിപണിയിലെത്തുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും. അതാണ് KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഏത് ശാഖയിലും സ്വർണം വയ്ക്കൂ. മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വച്ചും പണം പിൻവലിക്കൂ. പരമാവധി 50 ലക്ഷം രൂപ വരെ. അതിവേഗ പ്രോസസിംഗ്. 24/7 സേവനം. ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട, സമയവും നോക്കേണ്ട. KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഡിജിറ്റലി സൂപ്പർ ചാർജ് യുവർ ഗോൾഡ്. വില 200 കടന്നതോടെ റബ്ബർ കർഷകർക്ക് വീണ്ടും പ്രതീക്ഷ. മഴ ലഭിക്കുക കൂടി ചെയ്തതോടെ നിർത്തിവെച്ച ടാപ്പിംഗ് പുനരാരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ് കർഷകർ. കർഷകർക്ക് പ്രതീക്ഷ നൽകിയ വിപണിയിൽ റബ്ബറിന് വില വീണ്ടും ഉയരുകയാണ്. സംസ്ഥാനത്ത് RSS 4 ഗ്രേഡിന് 200 രൂപയും RSS 5 ഗ്രേഡിന് 197 രൂപയും ലാറ്റക്സിന് 147 രൂപയുമാണ് മാർക്കറ്റ് വില. കർഷകരുടെ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് റബ്ബർ വില ഡബിൾ സെഞ്ചുറി കൈവരിക്കുന്നത്. മുഖ്യ കയറ്റുമതി വിപണിയായ ബാങ്കോക്കിൽ റബ്ബർ വില 201 രൂപയിൽ നിന്നും 202 രൂപയായി ഉയർന്നു. മഴ കടുത്തതോടെ ടാപ്പിംഗ് നിർജീവമായതും വിപണിയിലേക്ക് ആവശ്യത്തിനനുസരിച്ച് റബ്ബർ എത്താത്തതുമാണ് വില വീണ്ടും ഉയരാൻ കാരണം. റബ്ബർ വില 200 തൊട്ടെങ്കിലും വേണ്ടത്ര ഷീറ്റില്ലാത്ത വിഷമത്തിലാണ് കർഷകർ. കനത്ത മഴയിൽ തോട്ടങ്ങളിൽ ടാപ്പിംഗ് നടക്കാതിരുന്നതാണ് കാരണം. മഴക്കാലത്ത് റബ്ബർ തോട്ടങ്ങൾ സജീവമാകാൻ വില കൂടിയത് സഹായിച്ചു.
തോട്ടങ്ങളിലെല്ലാം റെയിൻ ഗാർഡ് പിടിപ്പിക്കുന്ന ജോലികൾ ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇറച്ചിക്കോഴിയുടെ വർദ്ധിക്കുന്ന ഉൽപാദന ചെലവ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി കർഷകർ. നികുതി പരിഷ്കാരവും സർക്കാർ നിയന്ത്രണങ്ങളും ചെറുകിട സംരംഭകരെയും കർഷകരെയും പ്രതികൂലമായാണ് ബാധിക്കുന്നത്. നിലവിൽ 1 കിലോ ഉൽപ്പാദിപ്പിക്കാൻ 98 രൂപയാണ് ചെലവ്. കഴിഞ്ഞ 9 മാസത്തോളമായി 60-80 രൂപയാണ് കിലോയ്ക്ക് ഫാമിൽ ലഭിച്ചതെന്ന് കർഷകർ പറയുന്നു. ഉൽപാദന ചെലവും നഷ്ടവും കണക്കിലെടുത്ത് ചെറുകിട കർഷകർ വലിയ തോതിൽ ഈ മേഖല ഉപേക്ഷിക്കുന്നതായും കേരള ബ്രോയിലർ ഫാർമേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. കരാറടിസ്ഥാനത്തിൽ കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തി സംരംഭകർക്ക് കൈമാറുന്ന ചെറുകിട കർഷകരും ഉൽപാദന ചെലവ് വർദ്ധിച്ചതിൽ ബുദ്ധിമുട്ടുകയാണ്. കോഴിഫാമുകളിൽ വിരിപ്പായി ഉപയോഗിക്കുന്ന ചകിരിച്ചോറിന് 2 വർഷം മുൻപ് ചാക്കിന് 120 രൂപയായിരുന്നുവെങ്കിൽ ഇപ്പോഴത് 240 രൂപയിലേക്ക് ഉയർന്നു. ചെലവനുസരിച്ച് കോഴിയുടെ റീറ്റെയിൽ വില വർദ്ധിക്കാത്തതുമൂലം സംരംഭകരും നഷ്ടത്തിലാണ്. ഇതിനിടെ കോഴിഫാമുകൾക്ക് സർക്കാർ ഒറ്റത്തവണ നികുതി ഏർപ്പെടുത്തിയതും പ്രതിസന്ധിയാകുന്നുണ്ട്. ഒറ്റത്തവണ നികുതി, ആഡംബര ലേബർ സെസ് തുടങ്ങിയവ അന്യായമായി അടിച്ചേൽപ്പിക്കുന്നതൊഴിവാക്കി കർഷകരെ ഈ രംഗത്ത് നിലനിർത്താൻ സഹായകമായ നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്നും കേരള ബ്രോയിലർ ഫാർമേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 200, RSS 5 197, ലാറ്റക്സ് 147, ജാതിക്ക 350, ജാതിപത്രി 1800 മുതൽ 2000 വരെ, ഗ്രാമ്പു 900, അടയ്ക്ക 240, കാപ്പിക്കുരു 280, കൊക്കോ പരിപ്പ് 400, കുരുമുളക് ഗാർബിൾ 68,700, കുരുമുളക് അൺഗാർബിൾ 66,700, ഏലക്ക 2000 മുതൽ 2300 വരെ, വെളിച്ചെണ്ണ 29,900, കൊപ്ര 20,600, ചുക്ക് 22,500.